ഒരുമയോടെ വനിതകൾ ഒരുക്കിയ പൂക്കൃഷിയിൽ സമൃദ്ധിയുടെ നിറക്കാഴ്ച. ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ ഈ കൃഷിയുടെ വരുമാനം കാരുണ്യ പ്രവർത്തനത്തിനായി മാറ്റിവെക്കുമ്പോൾ കൊണ്ടോട്ടിയിൽ വിരിയുന്നത് പൂക്കൾ മാത്രമല്ല, നന്മ കൂടിയാണ്. ഒരുമയും വളയിട്ട കൈകളുടെ ദൃഢമായ തീരുമാനവും കരുണ നിറഞ്ഞ മനസ്സും ചേർന്നപ്പോൾ പൂക്കൃഷിയിൽ 100 മേനി വിളവ്. കൊണ്ടോട്ടിയിലെ വനിതാ കൂട്ടായ്മയിൽ വിരിഞ്ഞത് ഓണക്കാല പ്രൗഢി നിറച്ച പൂക്കളുടെ വസന്തകാലം. കൊണ്ടോട്ടി നഗരസഭയുടെയും കൊണ്ടോട്ടി കൃഷിഭവന്റെയും സഹകരണത്തോടെ 3 വനിതകൾ ചേർന്ന SMP ഗ്രൂപ്പാണ് ഈ പൂക്കൃഷിക്ക് തുടക്കമിട്ടത്. കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിനോട് ചേർന്ന് സൗജ ആലങ്ങാടന്റെ വീടിനടുത്തുള്ള 15 സെന്റ് സ്ഥലത്താണ് മനോഹരമായ പൂന്തോട്ടം. സൗജ ആലങ്ങാടൻ, മഞ്ജുഷ KKV, MV പ്രഷീദ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി. പ്രധാന റോഡിൽ നിന്ന് തന്നെ കണ്ണിൽപ്പെടുന്ന പൂന്തോട്ടം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. പക്ഷേ ഈ പൂക്കളുടെ സൗന്ദര്യത്തിനപ്പുറം മറ്റൊരു നന്മ കൂടി ഇവിടെയുണ്ട്. പൂന്തോട്ടം കാണാനെത്തുന്നവർ നൽകുന്ന പ്രവേശന തുകയും പൂ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുകയും കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ നൽകാനാണ് ഈ വനിതാ കൂട്ടായ്മയുടെ തീരുമാനം. ഓണത്തിന് നിറം പകരുന്ന പൂക്കൾക്കൊപ്പം ഒരുമയുടെയും കരുണയുടെയും സന്ദേശം കൂടി വിരിയുകയാണ് ഇവിടെ. കണ്ണിനും മനസ്സിനും ആനന്ദം പകരുന്ന ഈ പൂക്കാലം നന്മയുടെ പൂക്കാലം കൂടിയാകുന്നു ഇവിടെ. ന്യൂസ് 18 മലപ്പുറം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.